ഏതായാലും കേസെടുത്തില്ലേ, ആദ്യം അത് അംഗീകരിക്കും. ഏത് കാര്യത്തെക്കുറിച്ചും വന്നാൽ അത് സംബന്ധിച്ച് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. അത് പരിശോധിച്ച് ഇപ്പോൾ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ ദിവസം മണിക്കൂർ താമസിച്ചു പോയി എന്ന് പറയുന്നതിന് വലിയ ഔചിത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സദാനന്ദ മാസ്റ്റർ കാലുവെട്ട് കേസിൽ അപ്പോൾ ആ പ്രതികൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പാർട്ടി നിലപാട്. ഇപ്പോൾ വിശദീകരണ യോഗമൊക്കെ മറ്റൊന്നും ചേരുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആരെങ്കിലും ആക്രമിക്കുന്ന പാർട്ടിയല്ല, അങ്ങനെ കാലും കയ്യും വെട്ടാൻ നടക്കുന്ന പാർട്ടിയല്ല. ജീവൻ കൊടുത്തും ജനങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളെ വെട്ടാനും കൊല്ലാനും വന്നവരോട് പോലും സ്നേഹവാത്സല്യത്തോടു കൂടി പെരുമാറിയ പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ഒരു ശത്രുത വെച്ച് നിലത്തുന്നതേ അല്ല. അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പ്രത്യേകത. ചേട്ടാ, CPIM കയ്യും കാലൊന്നും വെട്ടുന്ന പാർട്ടിയല്ല, ജീവൻ കൊടുത്തും കൂടെ നിൽക്കും, കൊല്ലാൻ വരുന്നവരെ പോലും സ്നേഹത്തോടെ തലോടും എന്നൊക്കെ പറയാണ് EP ജയരാജൻ. ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ളത് മലയാളികൾക്കറിയാം. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ചേട്ടന് എന്താ തോന്നിയത്? എനിക്കും ചിരി തന്നെയാണ് വന്നത്. എനിക്ക് ചിരി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? അല്ല, എനിക്കും അതാണ് അതിശയം. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? കാര്യം EP പറയുമ്പോഴത്തേക്ക് അതിന് EPക്ക് ഒരു പ്രത്യേകതയുണ്ട്. പച്ചക്കള്ളം വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പൊ EPയോട് പച്ചക്കള്ളവും ചിരിച്ചുകൊണ്ട് EP പറയും. അത് ഈ ബുദ്ധിസ്ഥിരതയിലൊരു സ്ഥിരതയില്ലാത്തവർ സംസാരിക്കുന്ന കാര്യം. EPയോട് മയക്കം കൊണ്ട് ചെല്ലുന്നത്, മാധ്യമപ്രവർത്തകർ ചെല്ലുന്നത് ഒരിക്കലും റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുമെന്ന് പ്രതീക്ഷയോടല്ല. കോൺട്രവേഴ്സിക്ക് മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ EPയെ കുറിച്ച് നമുക്ക് എടുത്തു പറയാൻ ഒരുപാട് ഇദ്ദേഹത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹം RSS നേതാക്കളെ കാണാൻ പോയി. RSS നേതാക്കളെ കാണാൻ പോയപ്പോൾ അതിന് ചെന്ന് ചോദിച്ചപ്പോൾ ആര് കാണാൻ പോയി, എവിടെ കാണാൻ പോയി, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല, EP BJPയിലേക്ക് പോയി എന്ന് വരെ വാർത്ത വന്നു അല്ലേ. എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് എങ്ങനെയാണ് ഇദ്ദേഹം കണ്ണിച്ചത്? രണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം കട്ടൻ ചായയും പരിപ്പവടയും എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകം മാതൃഭൂമി ബുക്സ്, മാതൃഭൂമിയിലല്ല, അത് DC ബുക്സ് വഴി പ്രസിദ്ധീകരിക്കാതിരുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെളിയിൽ വന്നപ്പോൾ ആര് പറഞ്ഞു ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാനല്ല എഴുതിയത്, കട്ടൻ ചായയും പരിപ്പവടയും എന്ന പേര് ആരിട്ടത്, ഞാൻ ഇട്ടതോ? ഇങ്ങനെ നിരന്തരം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഇങ്ങനെ ഒരു പച്ചക്കള്ളം, ചെയ്യുന്ന പ്രവൃത്തിയും പറയുന്ന വർത്തമാനവും രണ്ടും രണ്ടായിട്ട് ഇന്നും പാർട്ടിയുടെ ക്വാളിറ്റി എന്നല്ല. അല്ല, പാർട്ടിയുടെ ക്വാളിറ്റിയിൽ പാർട്ടിയിലെ പല നേതാക്കളും കുറച്ചെങ്കിലും സത്യം പറയും. ഇപ്പൊ എം വി ഗോവിന്ദനെ കഴിഞ്ഞ ദിവസം ജോൾസിനെ കാണാൻ പോയ കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഒരു കാര്യം ചർച്ച നടന്നില്ലെന്നേ പറയുമ്പോൾ അത് എം വി ഗോവിന്ദൻ അങ്ങനെ പറയുള്ളൂ. അത് മീര പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു. ചില നേതാക്കൾ അങ്ങനെയാണ്. അവിടെ നേരെ തിരിച്ച് ബാലൻ പറഞ്ഞു അത് പോയാൽ എന്താ കുഴപ്പം, P ജയരാജൻ പറഞ്ഞു അതാണ്. ഇത് ജോൾസിൻ തന്നെ പറഞ്ഞില്ലേ, വന്നു അദ്ദേഹത്തെ കാണാൻ വരുന്നവർ ആരൊക്കെയാ? അമിത്ഷാ കാണാൻ ചെല്ലാറുണ്ട്, ഗോവിന്ദൻ ചെല്ലാറുണ്ട്, ഇവരെല്ലാവരും ചെല്ലുന്ന ഒരാളാണ്. അപ്പൊ അതവിടെ കണ്ണിച്ചു. പക്ഷെ അതും ഈ പറയുന്ന എം വി ഗോവിന്ദനും ഇത്രത്തോളം പച്ചക്കള്ളം പറയില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പച്ച മലയാളത്തിൽ പഴഞ്ചൊല്ല് പറയും, മുഴുവൻ പീണിക്ക് ചോറ്റി പുതയ്ക്കുക എന്ന് പറയും. അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഇത് പുതയ്ക്കുന്നവരും അതിങ്ങനെ വെളി കണ്ടുകൊണ്ടേയിരിക്കും. അല്ല, അതിനും നമ്മൾ തന്നെ ഒരുപാട് തവണ ചർച്ചയിൽ പറഞ്ഞ പേരുകളൊക്കെ ഇതിന്റെ ഒപ്പം ചേർത്ത് പറയേണ്ട പേരുകൾ തന്നെയാണ്. EPയുമായി ബന്ധപ്പെട്ട് EP എപ്പോഴും ഇങ്ങനെ തന്നെയാണ് EPയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? കാലും കൈയും വെട്ടുന്ന പാർട്ടിയല്ല, കൂടെ നിർത്തുന്ന പാർട്ടിയാണ്, കൂടെ ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ്. അത് നമ്മൾ പറയുമ്പോൾ സദാനന്ദൻ മാസ്റ്ററെ കാലുവെട്ടിയ കേസിലെ പ്രതികളെ 30 വർഷം 1994 ഈ സംഭവം നടക്കുന്നത്. 30 വർഷത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ കേന്ദ്രത്തിൽ രാജ്യസഭയിൽ MP ആയിട്ട് അദ്ദേഹം പോവുകയാണ്. രാജ്യസഭയിൽ MP ആയി പോകുന്ന അവസരത്തിൽ ആ കേസ് മുറുകുകയായി ഇവർക്ക് വാറണ്ട് ചെല്ലുകയാണ്. വാറണ്ട് ചെന്നിട്ടാണ് ഇവരൊക്കെ ജയിലിൽ പോകുന്നത്. അതും വെറുതെ ആണോ പോകുന്നത്? യാത്രയപ്പും ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇന്നലെ ജയിൽ സംരക്ഷണ സമിതിയിലെ ആളായ P ജയരാജൻ അവരെ കാണാൻ പോയിരുന്നു. ഇതിന് ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അതായത് ഇവർക്ക് പറ്റുന്ന ചില അമളികളുണ്ട്, ചില അബദ്ധങ്ങളല്ല, ഇവരുടെ എടുത്തുചാട്ട സ്വഭാവം കൊണ്ട് ഇവർ ഓരോന്നിൽ ചെന്ന് ചാടിയിട്ട് കൈകാലിട്ടടിക്കും. ആ കൈകാലിട്ടടിയാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഒരു വസ്തുത നോക്കുമ്പോൾ ഈ പറയുന്ന പ്രതികൾ ഇവർ പാർട്ടിക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്. ഇവർ പാർട്ടിക്ക് വേണ്ടി. ശൈലജ ടീച്ചർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നോക്കണം. അതായത് അവർ പോവുമായിരുന്നു, അതുകൊണ്ട് കാണാൻ ചെന്നു. അങ്ങനെ പോകുന്നവരെയൊക്കെ കാണാൻ പോവേണ്ട കാര്യം അതാണ് മീര ഞാൻ പറഞ്ഞത്. ഈ CPM എന്ന് പറയുന്ന പാർട്ടി, പ്രത്യേകിച്ച് കണ്ണൂർ ഘടകത്തിൽ എന്ന് പറയുമ്പോൾ
ഇവരൊക്കെ ചെയ്യുന്ന ഇവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എന്നുള്ള ഇവരൊന്നും ജയിലും കോടതിയും കേസും ഒക്കെ ആവുന്നത്. ഇത് പാർട്ടി പറഞ്ഞിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പാർട്ടിക്കൊരു ബാധ്യത വരും. ഇവർക്ക് ചുമ്മാ അങ്ങ് കയറി പോകാകത്തില്ല. ഇവർ കയറി ചുമ്മാ ഞാൻ പറയട്ടെ, ഒരു വീടിൻ്റെ കുടുംബനാഥനായിട്ടുള്ള ഒരാളിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്ത് ആ മനുഷ്യൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ കാര്യം ആര് നോക്കും? ആ കുടുംബത്തിൻ്റെ പട്ടിണി ആര് മാറ്റും? ആ കുടുംബത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ പഠനകാര്യങ്ങൾ ആര് നോക്കും? അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കത് ചെയ്യേണ്ടി വരും. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ശൈലജ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് ശൈലജ എന്ന് പറയുന്ന നേതാവ് അവിടുത്തെ MLA ആണ്. അവർക്ക് ആ പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇങ്ങനെയുള്ളവർക്കുള്ള ഒരു യാത്രയപ്പ് നടക്കുമ്പോൾ അവർ പോവാൻ ബാധ്യസ്ഥതയാണ്. അവർ എല്ലാവരും എത്തപ്പെട്ടു, യാത്രയപ്പായിരുന്നില്ല. അതൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന നുണയെ പറയാവൂ. അല്ല, അത് തന്നെയാണ് ഇവർക്കൊക്കെ ചെല്ലേണ്ട ഒരു ബാധ്യതയാണ്. ഇവരൊക്കെ കൂടെ ചേർന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ശൈലജ ടീച്ചറെ വിളിക്കുമ്പോൾ ശൈലജ ടീച്ചർ പോയില്ലെങ്കിൽ എന്തുകൊണ്ട് ശൈലജ വന്നില്ല എന്നുള്ള അടുത്ത കമ്മിറ്റി മീറ്റിംഗിൽ ചോദ്യം വരും. അപ്പോൾ ശൈലജ അതിന് ഉത്തരം പറയേണ്ടി വരും. പാർട്ടി വിരുദ്ധ പരിപാടി ശൈലജ കാണിച്ചെന്ന് പറയും. ശൈലജയെ പാർട്ടി പുറത്താക്കുമെന്ന് പറയും. പാർട്ടി പുറത്താക്കുന്നില്ല, പാർട്ടി വിലക്ക് ഏർപ്പെടുത്തും. പാർട്ടി പിന്നെയുള്ള കോർണറിങ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതറിയാമല്ലോ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യേകത. CPM എന്ന് പറയുന്ന പാർട്ടി ഒരാൾ അവരുടെ കണ്ണിൽ കരടായി കഴിഞ്ഞാൽ അവൻ വേറെ ഏതോ പാകിസ്ഥാൻ പൗരനെ പോലും ഇങ്ങനെയൊന്നും കാണില്ല. അതിന് എക്സാമ്പിൾ അല്ലേ നിരവധി പേര് TPയുടെ വധം തുടങ്ങിയിട്ട് ഈ പാർട്ടിയിൽ അത്തരത്തിൽ കോർണർ ചെയ്ത് അവന്റെ കുടുംബം കോഞ്ഞാട്ടയാക്കിയ നിരവധി പേരുണ്ട്. അവൻ ഒന്നുമല്ലാതെ ഇന്നും ജീവിക്കുന്ന ഒരുപാട് രക്തസാക്ഷികൾ ആ പാർട്ടിയുമായി ഇങ്ങനെ പോയതിൻ്റെ പേരിലുള്ളവരുണ്ട്. ഇന്നും ആ പാർട്ടി വല്ലാതെ ദ്രോഹിക്കുന്നവരുണ്ട്. അത് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ശൈലജ ടീച്ചറിന് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. ശൈലജ ടീച്ചർ അതുകൊണ്ട് പോയി. ശൈലജ ടീച്ചർ അതിൽ പങ്കെടുത്തു. പിന്നെ ഇപ്പം ഈ നടത്തിയിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ അത് കുറെ കണ്ണി പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ്. ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയല്ല. ആർക്ക് വേണ്ടി ഇത് പറയണത്? ഇത് ആരെ പറ്റിക്കാൻ പറയണത്? P. ജയരാജൻ ഇന്നലെ പോരുന്നല്ലോ ജയിലിൽ, അവർക്കൊക്കെ അഭിവാദ്യം അർപ്പിക്കാൻ. ഇവർ ഈ പറയുന്ന 6 പേരെയും 5 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അവർ പറയുന്ന വേറൊരു കഥയാണ്. ഈ പറയുന്ന സദാനന്ദ മാസ്റ്റർക്കെതിരെ സദാനന്ദ മാസ്റ്റർ ഒരു കല്ലുവെട്ട് തൊഴിലാളിയായ ഒരു ആളുടെ പേര് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളെ ശാഖയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയി. ശാഖയിൽ നിർബന്ധിച്ച് കൊണ്ടുപോയപ്പോൾ അതിനെ ചെന്ന് ഇദ്ദേഹം പിടിച്ചോണ്ട് വന്നു. അതിന്റെ പേരിൽ അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോയപ്പോൾ അദ്ദേഹത്തിനെ വഴിയിലിട്ട് വെട്ടിയ ആളാണ് സദാനന്ദ മാസ്റ്റർ എന്ന് മറ്റൊരു കഥ പറയും. ഇതിലിപ്പോ എന്താ വെട്ടിക്കഥ? ആദ്യം വെട്ടിക്കഥ അതായിരുന്നെങ്കിൽ എന്താ അത് പുറത്തു വരാത്തത്? ഈ 30 കൊല്ലം ഇവർക്കെതിരെ ഈ പറയുന്ന അലിഗേഷൻ ഉണ്ടായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനോ ഇവർക്കെതിരെ നടപടി എടുക്കാനോ ഒന്നും കഴിഞ്ഞില്ലല്ലോ. ഇവരെ ഒന്നും കഴിഞ്ഞില്ല. ഇവർക്ക് വാറണ്ട് വന്ന് ഇപ്പൊ ഈ ഭരണം കേന്ദ്രത്തിൽ ഇദ്ദേഹം MP ആയി കഴിഞ്ഞപ്പോഴല്ലേ സ്ട്രോങ് ആയത്. 30 കൊല്ലങ്ങൾക്ക് ശേഷമല്ലേ കണ്ണൂർ ജയിലിൽ അവർ വരുന്നത്. ഹൈക്കോടതി ഇടപെട്ടല്ലേ ഇവർ കൊണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാര്യം പുറത്തു വന്നപ്പോൾ ജനത്തിനെ പറ്റിക്കാൻ, ജനത്തിനെ EP പറഞ്ഞാലൊന്നും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. കണ്ണൂർ ആൾക്കാരെ പോലും പറ്റിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അല്ലേ കേരളത്തിലുള്ളവർ. ഇപ്പം ഈ പറഞ്ഞാൽ അത് കേട്ടാൽ കണ്ണൂരുള്ളവർ ചിരിക്കുമല്ലോ, മൂക്കത്ത് വിരലോ ചിരിക്കുമല്ലോ. അവർ തന്നെ ചോദിക്കുമല്ലോ എന്താ ഇയാൾ ഈ പറഞ്ഞത്. അതാണ് EP എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വാസ്തവ വിരുദ്ധമായി സംസാരിക്കുക. അതാണ് EPയുടെ ഒരു രീതി എന്ന് പറയുന്നത്. EP അങ്ങനെയാണ്. EP ഇൻഡിഗോ വിമാനത്തിനോട് പിണങ്ങിയിരുന്ന കഥ അറിയാമല്ലോ. ഇൻഡിഗോ വിമാനത്തിനോട് പിണങ്ങിയിരുന്ന കഥ അറിയാമല്ലോ. അതുപോലെയാണ് EP ഇപ്പൊ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ്, ഞങ്ങളാരെയും കയ്യും കാലും വെട്ടില്ല. നിങ്ങൾ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമെന്നുണ്ടെങ്കിൽ ഒരു സമയപരിധി ഒന്നും ഞാൻ പറയുന്നില്ല. EPയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെള്ളത്തിൽ വരയ്ക്കുന്ന വരയായി തീരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാര്യം ഇതൊക്കെ വെറും പാഴ്വാക്കാണെന്നുള്ള കാര്യം ജനത്തിനറിയാം. ഇത് ആരെ കണ്ണിപ്പൊടിയിടണം?